ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതായത് ഔദ്യോഗിക ആശയവിനിമയവും അതുപോലെ തന്നെ അനൗദ്യോഗിക ആശയവിനിമയവും. ഇതിൽ ആദ്യത്തേത് എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് ഔദ്യോഗിക ആശയവിനിമയം. ആ ഫോർമൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലാകും. അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ത്രൂ ദ ഒഫീഷ്യൽ ചാനൽസ് ഡിസൈൻഡ് ബൈ ദ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ചാനലിലൂടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻസിനെയാണ് നാം ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഓർഗനൈസേഷണൽ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പാണ് യഥാർത്ഥത്തിൽ ഈ ചാനലിൽ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സുപ്പീരിയർ സബോർഡിനേറ്റ് ആ റിലേഷൻഷിപ്പിലൂടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നാം ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നിൽ ഓറൽ ആകാം, റിട്ടേൺ ഫോമിലും നടക്കാറുണ്ട്. ഇതിന് കൃത്യമായൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഓർഗനൈസേഷണൽ എലമെന്റിലൂടെയാണ്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലൂടെയാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷനെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഈ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. അതിലെന്താണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ? പേര് കേൾക്കുന്നത് പോലെ തന്നെ അപ്വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മാനേജ്മെന്റിന് 3 ലെവൽസ് ആണുള്ളത് അല്ലേ? ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഇതിൽ സബോർഡിനേറ്റ്സിൽ നിന്നും സുപ്പീരിയേഴ്സിലേക്ക്, അതായത് താഴേക്കിടയിലുള്ള സബോർഡിനേറ്റ്സിൽ നിന്നും സുപ്പീരിയേഴ്സിലേക്ക് നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് നാം അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചില എക്സാമ്പിൾസ് ഒന്ന് പരിശോധിക്കാം. ചില ആളുകൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് എന്തെങ്കിലും പരാതികൾ മാനേജ്മെന്റിനോട് പറയാറുണ്ടെങ്കിൽ അതൊക്കെ നൽകുന്നത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അതായത് ഇത്രയേ ഉള്ളൂ, ഇവിടെ ലോവർ ലെവൽസിൽ നിന്നും ടോപ്പ് ലെവൽസിലേക്ക് നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നാം അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അടുത്തൊരു കമ്മ്യൂണിക്കേഷനാണ് വാട്ട് ഈസ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ് മുകളിൽ നിന്ന് താഴേക്ക്, അതായത് ടോപ്പ് ലെവലിൽ നിന്ന് മിഡിൽ ലെവലിലേക്കും ലോവർ ലെവൽസിലേക്കും നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇവിടെ സുപ്പീരിയേഴ്സിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്കാണ്, അതായത് മേലുദ്യോഗസ്ഥരിൽ നിന്നും കീഴുദ്യോഗസ്ഥരിലേക്കാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതായത് എംപ്ലോയീസിന് എന്തെങ്കിലും നോട്ടീസ് കൊടുക്കുക, അവർക്ക് ഓർഡേഴ്സ് കൊടുക്കുക, ഇനി അവരെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുള്ള മെമ്മോസ് കൊടുക്കുക, കാരണം കാണിക്കാൻ വേണ്ടിയിട്ട് മെമ്മോസ് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് നൽകുക. ഇതൊക്കെ തന്നെ നമുക്ക് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ പെടുത്താവുന്ന കാര്യങ്ങളാണ്. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷനിലെ രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ വൺ ഡിവിഷൻ ആൻഡ് അനദർ. അതായത് ഒരു ഡിവിഷനും മറ്റൊരു ഡിവിഷനും തമ്മിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നാം ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് ഒരു എക്സാമ്പിൾ നോക്കാം. A production manager contacts marketing manager to discuss about schedules of product delivery. അതായത് ഇവിടെ മാർക്കറ്റിംഗ് മാനേജറും പ്രൊഡക്ഷൻ മാനേജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമുക്കറിയാമല്ലോ ഇവിടെ 2 ഡിവിഷൻസ് ആണ്. മാർക്കറ്റിംഗ് ഒരു ഡിവിഷനാണ്, പ്രൊഡക്ഷൻ മറ്റൊരു ഡിവിഷനാണ്. ഇനിയില്ലെങ്കിൽ ഫിനാൻസ് മാനേജറും മാർക്കറ്റിംഗ് മാനേജറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഡിവിഷൻസിലുള്ള ആളുകൾ തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നാം ഇത്തരം കമ്മ്യൂണിക്കേഷനായിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക. ഇനി നമുക്ക് എന്താണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കണം. പ്രധാനപ്പെട്ട മറ്റൊരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഴ്സൺസ് ഓഫ് 2 ഡിപ്പാർട്ട്മെന്റ്സ്, വൺ ഹോൾഡിംഗ് എ ഹയർ പൊസിഷൻ ദാൻ അതർ. അതായത് 2 ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുകളുടെ സ്റ്റേറ്റസിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരാൾക്ക് മറ്റൊരാളേക്കാൾ ഉയർന്ന പൊസിഷൻ, ഒരാൾ മറ്റൊരാളേക്കാൾ ഉയർന്ന പൊസിഷനിലായിരിക്കും ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ, ഒരു സെയിൽസ് മാനേജർ തൊട്ടടുത്തുള്ള നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫോർമാനുമായി അല്ലെങ്കിൽ അവിടുത്തെ സൂപ്പർവൈസറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു.
ആലോചിച്ച് നോക്കൂ, സെയിൽസ് മാനേജർ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആളാണ്, എന്നാൽ ഈ ഫോർമാൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആളാണ്. സെയിൽസ് മാനേജർക്ക് ഫോർമാനേക്കാൾ കൂടുതൽ പൊസിഷനിൽ അല്ലെങ്കിൽ അയാൾക്കാണ് കൂടുതൽ, അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി കൂടുതൽ സെയിൽസ് മാനേജർക്കായിരിക്കും. അപ്പോൾ ഇതാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ആണ് പഠിക്കാനുള്ളത്. ഫോർമൽ കമ്മ്യൂണിക്കേഷനിലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. അതിൽ ആദ്യത്തേതാണ് സിംഗിൾ ചെയിൻ. എന്താണ് സിംഗിൾ ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ഫ്ലോസ് ത്രൂ ദിസ് നെറ്റ്വർക്ക്. നമുക്ക് ആ ചിത്രം നോക്കാം, ആ സിംഗിൾ ചെയിനിന്റെ ആ ഇമേജ് നോക്കുക. ആ ഡയഗ്രം നോക്കുമ്പോൾ അവിടെ നോക്കൂ, ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആണ് നടക്കുന്നത് അല്ലേ. മുകളിൽ നിന്ന് താഴേക്കായാലും താഴെ നിന്ന് മുകളിലോട്ടായിരുന്നാലും ആളുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ആണ് വീൽ പാറ്റേൺ എന്നുള്ളത്. ഈ വീൽ പാറ്റേണിന്റെ പ്രത്യേകത, ഇൻ ദിസ് പാറ്റേൺ ദ സുപ്പീരിയർ ആക്ട് ആസ് എ ഹബ്. ഇവിടെ ഒരു ഹബ്ബായിട്ട്, ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് ഇവിടെ സുപ്പീരിയർ പ്രവർത്തിക്കുന്നു. ആൻഡ് ഓൾ ഹിസ് സബോർഡിനേറ്റ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഹിം ഓൺലി. ഇവിടെ അവരുടെ സബോർഡിനേറ്റ്സിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമല്ല, പകരം എല്ലാവരും ഈ ഹബിലുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ സെൻട്രൽ പോയിന്റിലുള്ള അവിടുത്തെ സുപ്പീരിയറായിട്ട് മാത്രം കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആ വീൽ പാറ്റേൺ നോക്കൂ, ആ വീൽ പാറ്റേണിൽ അവിടെ സെൻട്രൽ നമുക്ക് ഹബ്ബ് കാണാൻ പറ്റും. ഇതിൽ ആ സൈഡ് വൈസുള്ള ആളുകൾ എന്ന് പറയുന്നത് അവിടുത്തെ സബോർഡിനേറ്റ്സ് ആണ്. ആ സബോർഡിനേറ്റ്സിന് അവിടെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, പകരം അവരെന്ത് ചെയ്യുന്നു, ഈ ഹബിലേക്ക് അല്ലെങ്കിൽ ഈ സെൻട്രൽ പൊസിഷനിലുള്ള അവിടുത്തെ മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ ആ സുപ്പീരിയർ ആയിട്ട് മാത്രമാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ നെറ്റ്വർക്കാണ് സർക്കുലർ പാറ്റേൺ. ഈ സർക്കുലർ പാറ്റേണിന്റെ പ്രത്യേകത, ഈച്ച് പേഴ്സൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് 2 persons അഡ്ജോയിനിങ് ഹിം. അതായത് ഇവിടെ ഓരോ വ്യക്തിക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 വ്യക്തികളുമായി കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നു. ആ സർക്കുലർ പാറ്റേൺ ഡയഗ്രം നോക്കുക. ആ സർക്കുലർ പാറ്റേൺ ഡയഗ്രം നാം ശ്രദ്ധിക്കുമ്പോൾ നോക്കൂ, അവിടെ ഓരോരുത്തർക്കും 2 ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത്തരം കമ്മ്യൂണിക്കേഷനാണ് നാം സർക്കുലർ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് ഇൻവേർട്ടഡ് വി എന്ന് പറയുന്നത്. ഇൻവേർട്ടഡ് വിയുടെ പ്രത്യേകത, ഇൻ ദിസ് നെറ്റ്വർക്ക് a subordinate is allowed to communicate with his immediate superior as well as his boss. ഇവിടെ നോക്കൂ, ആ ഡയഗ്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ നടക്കുന്നത് ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റിന് അദ്ദേഹത്തിന്റെ തൊട്ട് മുകളിലുള്ള സുപ്പീരിയറുമായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബോസുമായിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇൻവേർട്ടഡ് വി. ആൻഡ് ഫൈനലി ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ് ഫ്രീ ഫ്ലോ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഫ്രീ ഫ്ലോ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ നമുക്ക് ഓൾ ചാനൽ പാറ്റേൺ എന്നും പറയാറുണ്ട്. ഇൻ ദിസ് നെറ്റ്വർക്ക് ദ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഫാസ്റ്റ് ബിക്കോസ് ഈച്ച് പേഴ്സൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ഫ്രീലി. ഇത് നോക്കൂ, ആ ഡയഗ്രാം ഒന്ന് നോക്കി നമുക്ക് മനസ്സിലാകും. ആ ഡയഗ്രത്തിൽ വളരെ ക്ലിയർ ആണ്, എല്ലാ ആളുകൾക്കും എല്ലാ പേരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. സർക്കുലർ പാറ്റേണിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ, തൊട്ട് മുന്നേ നാം പറഞ്ഞ ഒരു പാറ്റേൺസിലും അങ്ങനെ ആയിരുന്നില്ല. ഫ്രീ ഫ്ലോയുടെ പ്രത്യേകത, എല്ലാ ആളുകൾക്കും എല്ലാ പേരുമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഫ്രീ ആയിട്ട് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ നെറ്റ്വർക്ക്സ്.